ഹലോ വെൽക്കം ബാക്ക് ടു ലെർണിനോ. സോ നമ്മൾ കാത്തിരുന്ന നമ്മുടെ RRB JEE എക്സാമിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജൂലൈ 30 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ വർഷത്തെ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 18 to 36 ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏജ് ഓവറായി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവർക്ക് കൂടെയുള്ള ഒരു അവസരമാണ്. 18 to 36 ആണ് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം നമുക്ക് ഈ RRB JEE പരീക്ഷയെ കുറിച്ച് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടയർ ആയിട്ടായിരിക്കും എക്സാം വരുന്നത്. CBT 1 CBT 2 ഇങ്ങനെ രണ്ട് എക്സാംസ് ആണ് ഉണ്ടാവുക. അപ്പൊ അതിൽ CBT 1 എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. CBT 1 നമ്മൾ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് CBT 2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സ് ഒക്കെ വരുന്നത് CBT 2-ലാണ്. പിന്നെ പൊതുവെ ഈ RRB പരീക്ഷകളും മറ്റുള്ള ടെക്നിക്കൽ പരീക്ഷകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് വൈഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ CBT 1-ലാണെങ്കിൽ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ദെൻ ജനറൽ സയൻസിൽ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. അത് കൂടാതെ ജനറൽ അവയർനെസ്സിൽ നമുക്ക് സ്റ്റാറ്റിക് GK ആയിട്ട് ലൈക്ക് ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കോണമി, അതുപോലെ സ്പോർട്സ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അതല്ലാതെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ കറണ്ട് അഫയേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, റെയിൽവേ എക്സാം ആണ്. ഒരുപാടധികം വേക്കൻസി, ഇപ്പൊ 7,000+ വേക്കൻസീസ് ആണ് വരുന്നത്. അതിൽ നമുക്ക് തിരുവനന്തപുരം, ചെന്നൈ ആ ഒരു റീജിയൻ തിരിച്ച് എത്ര വേക്കൻസി ആണെന്നുള്ളത് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇത്രയും ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആവുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ പഠിക്കാൻ ഒരുപാടുണ്ടെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. മുൻവർഷ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ലേർണിനോ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ RRB JEE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ August 1 മുതൽ പുതിയൊരു ബാച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ബാച്ചുകൾ നമ്മൾ മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പുതിയ ബാച്ച് August 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് സ്റ്റഡി ഗോൾ വരും. ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത്, അതിനനുസരിച്ച് ഓരോ വീക്കിലും ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് കൂടാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലെക്ചേഴ്സും MCQസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷനും നോട്ട്സും ടെസ്റ്റ് സീരീസും ഒക്കെ വരുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പം ചിലർക്ക് തോന്നുകയാണ് CBT 1 ക്ലിയർ ആയിട്ട് CBT 2 പ്രിപ്പയർ ചെയ്താൽ പോരെ, പഠിച്ചാൽ പോരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ CBT 1ഉം CBT 2ഉം തമ്മിൽ ഒരുപാട് നമുക്ക് ടൈം ഒന്നും ഉണ്ടാവില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ CBT 1-നൊപ്പം തന്നെ ടെക്നിക്കൽ സബ്ജക്ട്സും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. എനിവേ നമ്മുടെ ലേർണിനോയിലെ കോഴ്സുകൾ നമുക്ക് CBT 1ന്റെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്, CBT 2ന്റെ സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. CBT 1 CBT 2 ഒരുമിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. RRB JEE ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഇതിലാണ് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ലേർണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക്